നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കേണ്ടതിന് പരസ്പരം കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവീൻ എന്ന് യാക്കോബിൻ്റെ ലേഖനം 5:16 പറയുന്നു. പാപം കൊണ്ട് രോഗമുണ്ടാകാം, പാപം കൊണ്ടല്ലാതെയും രോഗം വരാം. ബെത്സയിദ കുളത്തിനരികെ 38 കൊല്ലത്തോളം രോഗിയായി കിടന്ന മനുഷ്യന് പാപം മൂലമാണ് രോഗബാധയുണ്ടായത്. കുരുടൻ അപ്രകാരം ജനിച്ചത് ആരുടെയും പാപം കൊണ്ടായിരുന്നില്ലെന്നും കർത്താവ് പറയുന്നു. എന്നാൽ പാപമില്ലാത്തവരായി ആരും തന്നെ ഇല്ലാത്തതിനാൽ പാപം മൂലമുള്ള രോഗമല്ലെങ്കിൽ കൂടിയും കുമ്പസാരത്തിലൂടെ പാപമോചനം പ്രാപിച്ച് അപരാധബോധം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും മാറ്റേണ്ടത് രോഗശമനത്തിന് അത്യാവശ്യമാണ്. സ്വന്തം തെറ്റുകളെ മറച്ചു വയ്ക്കുന്നവന് സൗഖ്യം ലഭിക്കുകയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നുവെന്ന് ജ്ഞാനിയായ സോളമൻ പറയുന്നു. സ്വന്തം പാപം പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ കർത്താവായ യേശുവിനോട് ഏറ്റു പറയുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുമ്പസാരം എന്ന കൂദാശ വഴി. സങ്കീർത്തനം 103:3 പറയുന്നു, അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. ദൈവപുത്രനായ യേശുവിലൂടെ സൗഖ്യത്തിൻ്റെ ഒരു പുതിയ യുഗം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. യേശു തരുന്ന ആത്മീയ സൗഖ്യം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നവർക്കാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യം ലഭിക്കുക. അതുകൊണ്ടാണ് മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞത്. 38 കൊല്ലം രോഗിയായി കിടന്നവനെ സുഖപ്പെടുത്തിയ ശേഷം കൂടുതൽ തിന്മയായിട്ടുള്ളത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആത്മീയ സൗഖ്യത്തെക്കുറിച്ച് അവിടുന്ന് അനുസ്മരിപ്പിക്കുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാൻ കഴിയും എന്നാണ് കുഷ്ഠരോഗി കർത്താവിനോട് അപേക്ഷിച്ചത്. യേശുവോ കൈനീട്ടി അവനെ തൊട്ടു, പറഞ്ഞു, മനസ്സുണ്ട്, ശുദ്ധമാവുക. ഉടനെ രോഗം മാറി, കുഷ്ഠരോഗി ശുദ്ധിയുള്ളവനായി. വിധവയുടെ മകൻ്റെയും ജൈറോസിൻ്റെ മകളുടെയും ലാസറിൻ്റെയും ഒക്കെ മരണവേളകളിലും യേശുവിൻ്റെ മനസ്സലിവ് വളരെ പ്രകടമാണ്. സൗഖ്യദായകമായ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, വേദനിച്ച് കുരിശിൽ കിടക്കുന്ന ഘട്ടത്തിൽ പോലും അവിടുത്തെ മനസ്സലിവ് വളരെ പ്രകടമാണ്. തന്നെ ക്രൂശിച്ച് നമ്മൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം മാതാവിനെയും വത്സല ശിഷ്യനെയും മാത്രമല്ല, വലതുവശത്ത് കുരിശിൽ തൂങ്ങിക്കിടന്ന കള്ളനെയും അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. അവിടുത്തെ മനസ്സലിവിന് ഒരു മാറ്റവുമില്ല. യേശു ഇന്നലെയും ഇന്നും എന്നും സഹോദരങ്ങളെ ഒരുവൻ തന്നെ. അവിടുത്തെ നന്മയും കരുണയും സ്നേഹവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, യുഗാന്ത്യം വരെ എന്നേക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, മത്തായിയുടെ അധ്യായം 28:20, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് ആകാശത്തിൻ്റെ കീഴിൽ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രം. സഹോദരങ്ങളെ, തിരിച്ചു വരാം, തിരുത്താം, നമുക്ക് രോഗസൗഖ്യം പ്രാപിക്കാം.